തെലങ്കാനയിൽ നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ തൊഴിലാളികളെ ജീവനോടെ രക്ഷിക്കാനുള്ള സാധ്യതകൾ മങ്ങുന്നു. ചെളി നിറഞ്ഞു കിടക്കുന്നതിനാൽ മുന്നോട്ടു പോകുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. തുരങ്കം തകർന്നുണ്ടായ അവശിഷ്ടങ്ങൾക്കിടയിൽ 8 തൊഴിലാളികളാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഇവരുടെ അതിജീവനം ദുഷ്കരമെന്നാണ് തെലങ്കാന ടൂറിസം മന്ത്രി ജെ കൃഷ്ണറാവു അറിയിക്കുന്നത്. 4 ദിവസത്തിലേറെയായി കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികളുടെ 50 മീറ്റർ അടുത്തുവരെ രക്ഷാസംഘം എത്തിയിരുന്നു. 8 പേരുടെയും പേരുകൾ ലൗഡ് സ്പീക്കറിൽ ഉറക്കെ വിളിച്ചിട്ടും പ്രതികരണം ഒന്നും ലഭിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ അവരുടെ അതിജീവനത്തിലുള്ള സാധ്യത വളരെ കുറവാണ്. മന്ത്രി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: 9 മീറ്റർ വ്യാസമുള്ള തുരങ്കത്തിൽ അപകടം നടന്ന സ്ഥലം മണ്ണിലും ചെളിയിലും പുതഞ്ഞു കിടക്കുകയാണ്. 25 അടി പൊക്കത്തിലാണ് ചെളി മൂടിക്കിടക്കുന്നത്. തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികളെ പുറത്തെത്തിക്കുവാൻ 3-4 ദിവസമെങ്കിലും വേണ്ടിവരും. രക്ഷാപ്രവർത്തനം 4 ദിവസം പിന്നിട്ടിട്ടും കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികളുമായി ആശയവിനിമയം നടത്തുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കരസേന, നാവികസേന, NDRF, റാറ്റ് മൈനേഴ്സ് അടക്കമുള്ളവരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. റാറ്റ് മൈനേഴ്സ് അടക്കമുള്ള 20 അംഗ സംഘം ടണലിന്റെ അവസാന 40 മീറ്റർ വരെ എത്തിയെങ്കിലും മടങ്ങുകയായിരുന്നു. ടണലിന്റെ അകത്ത് വെള്ളത്തിന്റെയും ചെളിക്കെട്ടിന്റെയും നിരപ്പ് ഉയർന്നതിനാൽ മുന്നോട്ടു പോകുവാൻ സാധിക്കാത്ത സാഹചര്യമാണ്. കൂടുതൽ പാറയിടിയാൻ സാധ്യതയുള്ളതിനാൽ കൂടുതൽ പേരെ ഈ മേഖലയിലേക്ക് പ്രവേശിപ്പിക്കുവാനും സാധിക്കുന്നില്ല. രക്ഷാപ്രവർത്തകർക്ക് ഈ പ്രദേശത്ത് ഓക്സിജൻ കിട്ടാനും ബുദ്ധിമുട്ട് നേരിടുന്നു. 2 എഞ്ചിനീയർമാരടക്കം 8 തൊഴിലാളികളാണ് തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത്. തുരങ്കത്തിനുള്ളിൽ നിലവിൽ ഓക്സിജൻ പമ്പ് ചെയ്യുവാൻ അധികൃതർ ശ്രമിക്കുന്നുണ്ട്. വെള്ളവും ചെളിയും പുറന്തള്ളാനും ഊർജിതമായ ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെലങ്കാനയിലെ നാഗർ കുർണൂലിൽ ശ്രീശൈലം ലെഫ്റ്റ് ബാങ്ക് കനാലിന്റെ നിർമ്മാണം പുരോഗമിക്കുന്ന തുരങ്കത്തിലാണ് അപകടമുണ്ടായത്. ടണലിന്റെ ചോർച്ച പരിഹരിക്കാനുള്ള ജോലിയിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. തുരങ്കത്തിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത്. പാറ തുരയ്ക്കുന്ന ബോറിംഗ് മെഷീൻ തകർന്നതും കോൺക്രീറ്റ് കഷ്ണങ്ങളും കല്ലും ചെളിയുമെല്ലാം കൂടിക്കലർന്ന തുരങ്കം അടഞ്ഞതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. ഭൂനിരപ്പിൽ നിന്ന് 400 മീറ്റർ താഴെയുള്ള തുരങ്കത്തിനുള്ളിലാണ് തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനവും സങ്കീർണമാണ്. റോബോട്ടിക് ക്യാമറകളും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തുന്നതിൽ വിദഗ്ധരായ ഡോഗ് സ്ക്വാഡിനെയും അപകട മേഖലയിൽ എത്തിച്ചിട്ടും രക്ഷാപ്രവർത്തനത്തിൽ ആശാവഹമായ പുരോഗതി ഉണ്ടായിട്ടില്ല. ടണലിൽ കുടുങ്ങിയ തൊഴിലാളികളുമായി ആശയവിനിമയം നടത്തുവാൻ സാധിക്കുന്നില്ലെന്ന് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ കളക്ടറും നേരത്തെ അറിയിച്ചിരുന്നു.